എന്റെ യൂണിഫോം എന്തോ? സാർ എന്റെ യൂണിഫോം നാടകക്കാർക്ക് വാടക കൊടുത്ത്. സർക്കാർ യൂണിഫോമാണ് വാടക കൊടുക്കുന്നത്. അഥവാ വാടക കൊടുത്താൽ എന്നോട് വാങ്ങാൻ പറയണ്ടേ? അങ്ങനെ സാറ് ഞാനും കൊടുക്കില്ല, എനിക്ക് 10 കാശ് കൂട്ടിയില്ല. ഇവിടെ വീടിന കേസിൽ ഒരു പ്രതിയെ പോലും നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇല്ല, എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു തപ്പി എടുക്കണം. ആ ഇവിടെ തന്നെ എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പി കളിക്കൂടോ? അത് ഞാൻ എന്ത് ചെയ്യും സാറേ? എവിടെന്നെങ്കിലും ഒരു തപ്പിക്കൊണ്ടോ അല്ല സിനിമ കഴിഞ്ഞു പോകണം. അവനെ പിടിച്ച് കേസ് നമുക്ക് അവന്റെ തലയിൽ വെക്കാം. മറ്റേ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോകണം സാറേ. നിങ്ങൾ കേട്ടോ? ഞാനിപ്പോൾ എന്റെ കൈറ്റൊക്കെ കഴിച്ചിട്ട് എന്റെ അടുത്ത് പറയണം. സകലായിട്ടോ പൈസ ഏത് കാലം വെച്ചാൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷൻ മുടിപ്പിക്കാൻ വന്നേക്കാ പോലീസ് സ്റ്റേഷൻ. 2 കാലം തുടങ്ങി മുടിക്കുന്ന ആളൊക്കെ പൊക്കിക്കൊണ്ടാ പോകുന്നത്. അതാണ് യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. നീ എല്ലാ പെൺകുട്ടിയെ പീഡിപ്പിച്ച മര്യാദ സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് 2 പപ്പടോളം മേടിച്ചു തരാൻ തോന്നി വിളിച്ചിട്ട് പോകാം. അപ്പൊ നീ അല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലേ? അല്ല നീ അല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ച അറിയാൻ പറ്റില്ല. എടാ മിന്നൽ പ്രഭാകരൻ കേട്ടാൽ ഈ സ്റ്റേഷൻ കിടാന്ന് പറക്കും. എന്താണ് എന്റെ പേര്? എന്റെ പേരോ ഇടിവെട്ട് മരമോ? എന്തോ മോനല്ലേ പെൺകുട്ടിയെ പീഡിപ്പിച്ച? മര്യാദ സിനിമ കണ്ടുകൊണ്ടിരുന്ന എനിക്ക് 2 പപ്പടോളം മേടിച്ചാൽ നീരല്ല പെൺകുട്ടിയെ പീഡിപ്പിച്ചല്ലേ? ഇവിടെ ഫുൾ അഡ്രസ് എടുക്ക്. ഓക്കെ, എന്താ അതിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ധൃതരാഷ്ട്രം. എന്താണ് പേരെടുത്ത എടുത്തെടുത്ത് തെറ്റിട്ടുണ്ട്. എന്നതാണ് അച്ഛന്റെ പേര്? ധൃതരാഷ്ട്രം. അങ്ങനെ തെളിച്ചു പറയാം. ഇപ്പോഴല്ലേ മനസ്സിലായി? നീ പോലീസുകാരന് പണി എഴുതണോ? അച്ഛൻ അച്ഛൻ അത് മതി. പേര് വേണ്ട, പേര് വേണ്ട. അച്ഛൻ. നിന്റെ ചേട്ടന്റെ പേര് എന്താണ്? ചേട്ടന്റെ പേര് ദുഷ്ടത്തിമണി. അത് എളുപ്പമുള്ള കട്ടാക്കെ പിന്നെ നിന്റെ ഒടുക്കത്തെ പേര് പറഞ്ഞ രാപ്പല് തീർക്കുന്നു. നീ പോലീസുകാരന് പണിയുണ്ട്. അത് നിന്റെ ചേട്ടന്റെ പേര് ഒന്നില്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ സണ്ണി. ബാബുവിനെ നിന്റെ അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് നിന്റെ കമ്മയിലെ എന്റെ അടുത്ത വഴി തീർക്കും. യു ഹാവ് നോ മദർ ഇൻ ദ സിറ്റി ഓഫ് അമേരിക്ക. ഞാൻ പറയുന്ന പോലെ പറഞ്ഞ നിന്നെ കേസിൽ ഞാൻ വിട്ടയക്കാം. വിട്ടയക്കോ? ഞാൻ ഈ പറയും പോലെ നീ പറഞ്ഞ പറയാം കേട്ടോ. ശ്രദ്ധിച്ചത് കൂടെ മാറിയില്ല. ശവം കുടിക്കൂല എന്തിനാ ഇപ്പൊ? എന്റെ ദൈവമേ, എന്തോരം സോപ്പറ ഒന്ന് കുടിച്ചിട്ട് വരാൻ പാടില്ല. എടാ മോനെ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇല്ല എടാ, ഞാൻ പറഞ്ഞു തരുന്ന പറഞ്ഞ് കോടതിയിലേക്ക് പറഞ്ഞ് നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി വിട്ടയക്കാം. പറയുമ്പോൾ കോടതിയിലേക്ക് പറഞ്ഞ സാപ്പ് മാക്ഷി സാക്ഷിയാക്കി വിടാ. പറയാം, ശ്രദ്ധിച്ചു. ഞാൻ 2 പാപ്പടോട് മേടിച്ചു വിളിച്ചു പഴമ്പ് ഞാൻ മേടിച്ചു. നീ ശ്രദ്ധിച്ചു കേട്ടോ. സമയം രാത്രി 12 മണി. ഞാൻ 1 മണിക്ക് വരാം. സമയം രാത്രി 12 മണി. സമയം രാത്രി 12. ഏത് പാർട്ടിയുടെ വാർത്തച്ചാണ് വലിച്ചൊട്ടിക്കണം? ഏത് പാർട്ടിക്കാരുടെ വാർത്തച്ചാണ് വലിച്ചൊട്ടിക്കണം? ഞാൻ ആക്ഷൻ കാണിക്കണ്ട, പറഞ്ഞാൽ മതി കേട്ടാ. സമയം രാത്രി 12 മണി. സമയം രാത്രി 12 മണി. സിനിമ കഴിഞ്ഞ് വരികയായിരുന്നു. ഞാൻ സിനിമയ്ക്ക് പോയില്ല. ഞാൻ സിനിമ കഴിഞ്ഞ് വന്നു. അതാ ഒരു കൂട്ടം മതി. അതാ ഒരു കൂട്ടം മതി. കൂട്ടം കൂട്ടൻ കൂട്ടൻ അതാ ഒരു കൂറ്റം മതി. ഉള്ളിൽ പരിഭ്രമം മൂത്തു. ഉള്ളിൽ പരിപ്പോടം പരിപ്പോടമൊക്കെ നീന്താ മാമോയാണ് കൂടെ വാങ്ങാൻ എന്നെ വടിക്കൊണ്ട് എടാ പരിഭ്രമം എന്ന് പറയണം. ഉള്ളിൽ പരിപ്പിച്ച് നിങ്ങൾക്ക് വായ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ചാള എന്നുള്ളതിന്റെ ചാളയുടെ
പാല് എന്ന് പറയില്ലേ, പാല് അതിന്റെ എന്റെ ഉള്ളി പൈപ്പിടി മൂത്തു വലിയ മതിൽ ചാടിക്കണം ജയിച്ചില്ലേ എന്റെ കാര്യം വലിയ മതിൽ ഊർന്നിറങ്ങി വരാന്തയിലേക്ക് മുട്ടുകുത്തി മുട്ടുകുത്തി പോടാ ഒരു പൊതികൻ ഒരു കൊതികൻ ഒറ്റ പൊതി അവൻ ചെന്നാണ് പൊതിയാണാ പൊതി പൊതി ഒറ്റ ഒരു പൊതി കണ്ടു തുറന്നു നോക്കി 3/4 കിലോ തക്കാളി 3/4 കിലോ എടാ 3/4 കിലോ തക്കാളി 3/4 കിലോ മുക്കാളി വൃത്തിയായിട്ടവൻ ഞാൻ പറയണ ശ്രദ്ധിച്ചിട്ട് പറയാം 3/4 കിലോ തക്കാളി 3/4 കിലോ മുക്കാളി എടാ 3/4 കിലോ മുക്കാളി 3/4 കിലോ തക്കാളി തക്കാളി കൊല്ലുന്നത് ഞാൻ തലമാട്ടിൽ നല്ല വിലക്ക് വാങ്ങിയ തക്കാളി വാതിലിനെ സമീപത്തേക്ക് നടന്നു അതിന്റെ സമയം നടന്നു വാതിലിൽ നിനക്കാക്കാണ്ടം മൂട്ടു എനിക്കാക്കാണ്ടം മൂട്ടു എന്നാ മൂത്ത് പറയണം എനിക്കാക്കണ്ട മൂട്ടോ എടാ നിന്റെ പ്രായമാണ് പ്രശ്നം. അതെ, ഭൂമി എന്നുള്ളതിന്റെ ഭൂമിയുടെ അതാ തവള തവളകളുണ്ടോ ആ തവളയുടെ പറയാറുണ്ട് എനിക്ക് എനിക്ക് ആ മൂത്തു വാതിൽ തള്ളിത്തുറന്നു അകത്തേക്ക് ഒരു മുറി വീണ്ടും നിന്നെ കാക്രാന്തം മൂത്തു. അയ്യോ വീണ്ടും എനിക്ക് ആ സാധനം മൂത്തു. മുറിയുടെ വലതു ഭാഗത്തേക്ക് നടന്നു. മുറിയുടെ അടുത്ത് പറഞ്ഞു ഒരു വനിത കിടക്കണം. ഒരു വനിത കിടക്കുന്നു. നീ എന്ത് ചെയ്യും? ഞാൻ പതിയെ പുറകോട്ട് പോയിട്ട് വെരി ഗുഡ് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് എന്റെ 2 കൈകൊണ്ട് വനിത ഇങ്ങനെ പൊത്തിയെടുത്തിട്ട് ഓക്കെ മറിച്ചായിട്ട് പാചകം അയ്യോ അതെവിടെ കിടക്കട്ടെ എന്റെ ഫ്ലൈങ് സ്കോഡ് മുത്തപ്പ നിനക്ക് 3ാമതും ആക്രാന്തം മൂത്തു. എന്തിനാ സാറേ ഈ സാധനം വിട്ടുകൂട്ടിക്കുന്നത്? ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഞാനാണ്. ആഹാ പറയുന്ന